ഇതര സമുദായത്തിൽ നിന്ന് വിവാഹം കഴിച്ചതിന് തെലങ്കാനയിൽ യുവാവിനെ വെട്ടിക്കൊന്ന കേസിൽ 2ാം പ്രതിക്ക് വധശിക്ഷ. ഏറെ കൊള്ളക്കമുണ്ടാക്കി തെലങ്കാനയിലെ പ്രണോയ് പെരുമല്ല വധക്കേസിലാണ് കോടതി വിധി. ശേഷിച്ച 6 പ്രതികൾക്ക് ജീവപര്യന്തവും കോടതി വിധിച്ചു. സെപ്റ്റംബറിലാണ് പ്രണോയ് പെരുമല്ല എന്ന 23-കാരനെ പട്ടാപ്പകൽ വെട്ടിക്കൊന്നത്. 5 മാസം ഗർഭിണിയായ ഭാര്യയെ ആശുപത്രിയിൽ കൊണ്ടുപോയി മടങ്ങും വഴിയാണ് അരും കൊലയ്ക്കിരയായത്. ഇറച്ചി വെട്ടുന്ന കത്തികൊണ്ട് പ്രണോയിയെ വെട്ടിവീഴ്ത്തിയ സുഭാഷ് കുമാറിനാണ് വധശിക്ഷ. ഒപ്പമുണ്ടായിരുന്ന കൊട്ടേഷൻ സംഘാംഗങ്ങൾക്ക് ജീവപര്യന്തം. പ്രണോയിയുടെ ഭാര്യ അമൃതയുടെ അച്ഛൻ മാരുതി റാവു ആണ് 1ാം പ്രതി. പക്ഷേ 2020-ൽ അയാൾ ആത്മഹത്യ ചെയ്തു. 2018 ജനുവരിയിലാണ് ബാല്യകാല സുഹൃത്തുക്കൾ കൂടിയായ പ്രണോയിയും അമൃതയും വിവാഹിതരായത്. ഇതര സമുദായക്കാരനുമായുള്ള വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ മാരുതി റാവുവും അമൃതയുടെ അമ്മാവനും പലവട്ടം ഭീഷണിപ്പെടുത്തിയതാണ്. ഗർഭിണിയായതിന് പിന്നാലെ ഗർഭഛിദ്രത്തിനും സമ്മർദ്ദപ്പെടുത്തി. ഒന്നിനും വഴങ്ങാതായതോടെയാണ് കൊലപാതകത്തിന് പദ്ധതിയിട്ടത്. 5 വട്ടം പദ്ധതി പാളിപ്പോയി. 6ാമത്തെ ശ്രമത്തിലാണ് കൊലപാതകം. വിവാഹ വാർഷിക ദിനത്തിൽ അമൃത കുഞ്ഞിന് ജന്മം നൽകി. പ്രണോയിയുടെ വിധവയായി ഇന്നും കഴിയുന്നു. ഈ സംഭവമാണ് രാം ഗോപാൽ വർമ്മ ചിത്രം മേഡറിന്റെ പശ്ചാത്തലം. രാജ്യമാകെ ദുരഭിമാന കൊലയ്ക്കെതിരെ വലിയ പ്രതിഷേധമുയർത്തിയ സംഭവമാണ് പ്രണോയ് പെരുമല്ല വധം. 24 മുംബൈ.